ബാക്കി വന്ന പുട്ട് മിക്സിയിൽ ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ആ കട്ടകളൊക്കെ മാറ്റിയിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ഒന്നിനും വലിയ അളവൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഉണ്ടാകും. 2 കഷ്ണം പുട്ട് പൊടിച്ച് വെച്ചിരുന്നത് ഈ നെയ്യിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഔലോസ് പൊടി പോലെയാണ് ആവുന്നത്. നമ്മൾ കറക്റ്റ് ഔലോസ് ഉണ്ട പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുട്ട് ബാക്കി വരുന്ന പുട്ട് നമുക്ക് വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ ഔലോസ് ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. അധികം നേരമൊന്നും വറക്കണ്ട, ഒരു 5 മിനിറ്റൊക്കെ വറുത്താൽ മതിയാവും. ഓൾറെഡി ഇത് ഇതാണല്ലോ, പൊടി വെന്തതാണ്. പുട്ട് വറുത്തെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ, പിന്നെ ഓൾറെഡി പുട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ട്, പിന്നെ അല്ലാതെ നമുക്ക് കുറച്ചും കൂടി തേങ്ങ ഇടാം. കുറച്ച് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങയാണത്. പിന്നെ ഒരു നുള്ള ജീരകം, ചെറിയ ജീരകം, ഒരു 3 ഏലക്കായ, ഇത്രയൊന്ന് ചതച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. അതേ സമയത്ത് നമുക്ക് കുറച്ച് ജീരകം കൂടി ഈ പുട്ട് വറുക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇടണം, കുറച്ച് വെള്ളം കൂടി ഇടണം. വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ചതച്ച് വെച്ച് തേങ്ങ, ഏലക്കായ, ജീരകം മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കര ഉരുകി ക്രിസ്റ്റലൈസ് ആവും. അപ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് ഒന്ന് വെള്ളം വരും അതിൽ നിന്ന്. അപ്പോൾ ഉരുട്ടിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ശർക്കരയോ പഞ്ചസാരയോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അധികമൊന്നും ചെയ്യാനായിട്ടില്ല. ഈ ശർക്കര പൊടിച്ചത് ജസ്റ്റ് ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ് മാക്സിമം ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ തന്നെ ഇത് മെൽറ്റായി കിട്ടും. കണ്ടോ, ഒരു ഈർപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. കുറച്ച് നെയ്യ് ചേർത്തിട്ട് 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇളക്കിയിട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് മൂടി വയ്ക്കാം നമുക്ക്. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ചൂടുണ്ട്, നമുക്ക് പറ്റാവുന്ന ചൂടിൽ ഉരുട്ടിയെടുക്കാം. ഇത് ശർക്കര പൊടിയായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡാർക്ക് കളറായിട്ടിരിക്കുന്നത്. അത് പാരീസിൻ്റെയാണ്. നല്ല ഡാർക്ക് കളറാണ്. നല്ല ശർക്കരയാണെന്ന് തോന്നുന്നത്. കണ്ടോ. അപ്പോൾ ബാക്കി വന്ന പുട്ട് വെച്ച് ഇതുപോലെ നല്ല ശർക്കര ഉണ്ട, അവലോസ് ഉണ്ട പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഉണ്ടകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ബാക്കി വന്ന പുട്ട് കൊണ്ട് നമുക്ക് ഇങ്ങനെ അടിപൊളി ഉണ്ട തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഇത് അവലോസ് ഉണ്ടയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷെ നല്ല സോഫ്റ്റാണ്. ഉണ്ടോ, പെട്ടെന്നൊന്നും കേടാവില്ല. 3 ദിവസമൊക്കെ പുറത്തിരുന്നോളൂ. ടേസ്റ്റ് ചെയ്ത് പറയാം. നല്ല ടേസ്റ്റാണ്. നെയ്യിൻ്റെയും
എള്ളിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഏലക്കായുടെയൊക്കെ ഒരു ടേസ്റ്റ് കൊണ്ട് പിന്നെ നല്ല സോഫ്റ്റുമാണ്.